ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന 100 സീറ്റ് കവർ ചെയ്യും. അത് മുഖ്യമന്ത്രി നമ്മൾ തമ്മിൽ ബെറ്റ് ഇന്ന് 60 സീറ്റ് ക്രോസ് ചെയ്യില്ല. താങ്കൾക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കും? 100%. അതെന്താ, ഞാനല്ലേ പാർട്ടി നയിക്കുന്നത്. ഫാദറിൻലോയുടെ പൈസ അവരെ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം നേരിടേണ്ടി വരുന്നു. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് 100% ഞാൻ എഴുതും. തൃപ്പൂണിത്തുറ എന്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് വരാത്തത്? കോalition മെയിൻറ്റെയിൻ ചെയ്യാൻ ചില കോംപ്രമൈസ് വലിയ പാർട്ടി ചെയ്യേണ്ടി വരും. എം.ടി. രമേശിനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു. ഇലക്ഷൻ്റെ സമയത്ത് ഈ മാനേജ് ചെയ്യാനും ലീഡേഴ്സ് ഉണ്ടാവണമല്ലോ. നിയമത്ത് താങ്കൾ ജയിക്കുമെന്ന് കണ്ടാൽ CPM കോൺഗ്രസ് ഒരു ഡീലു ഭയപ്പെടുന്നുണ്ടോ? അതിനുവേണ്ടി ഞാൻ ഒരൊറ്റ വോട്ട് വിടാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാ വീട്ടിലും കയറുന്നുണ്ട്. എൻ്റെ ഹോബീസ് ഫ്ലൈയിങ് ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ എൻ്റെ മ്യൂസിക് ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. 2025 മാർച്ച് 24 താങ്കൾ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് ചുമതലയേക്കുന്നത്. 25 കറക്റ്റ്. ഒരു വർഷം കഴിയുന്നു. ഒന്ന് സ്വയം റിവ്യൂ ചെയ്യാറുണ്ടോ? അത് എല്ലാ മാസം ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു കൊല്ലം ഒരു ഹെക്റ്റിക് കൊല്ലമായിരുന്നു. കാരണം ഒരു നിലമ്പൂർ ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുന്നു. എല്ലാം ഒരു 12 മാസത്തിൻ്റെ സ്പാനിലാണല്ലോ എല്ലാം നടന്നത്. അപ്പോൾ പാർട്ടീൻ്റെ ഈ ഉത്തരവാദിത്വം കിട്ടുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പാർട്ടി നയിക്കുന്നത്. അതെല്ലാം ഒരു വലിയ ചാലഞ്ചായിരുന്നു. പക്ഷേ 12 മന്ത്സ് ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പാർട്ടി നല്ലൊരു ആത്മവിശ്വാസം പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതെല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ട്. പാർട്ടീൻ്റെ ഒരു എഗ്രഷനും ക്യാമ്പയിനിങ് സ്റ്റൈലും ഒരു ആത്മവിശ്വാസവും അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാ മാസം ഞാൻ എൻ്റെ പെർഫോമൻസും എൻ്റെ ടൈമെല്ലാം റിവ്യൂ ചെയ്യുമ്പോൾ ഒരു നല്ല ഡയറക്ഷനിൽ പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വർഷം മുമ്പ് അധികാരമേറ്റിട്ട് ആദ്യമായിട്ടൊക്കെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യം ഈ ലൂസിഫറിലെ ജിതിൻ രാംദാസിനെ ഉപമിച്ച് വന്ന് മലയാളം തപ്പിത്തടഞ്ഞ് എന്നാൽ വലിയ രാഷ്ട്രീയ ബോധമില്ല എന്ന് തോന്നിപ്പിച്ചിരുന്നു ആദ്യം. ഇപ്പം അതൊക്കെ മാറി ഒരു പക്കാ രാഷ്ട്രീയക്കാരായി മാറി. അല്ല, പക്കാ രാഷ്ട്രീയക്കാരാവാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. എന്നോട് ഇവിടെ വന്ന് ആദ്യത്തെ മാസം എന്നോട് പറഞ്ഞു, മാധ്യമ സുഹൃത്ത് തന്നെ പറഞ്ഞു, ഇവിടെ പൊളിറ്റിക്കൽ ലീഡറാവാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം നിങ്ങൾക്ക് ആ രാഷ്ട്രീയമൊന്നും അറിയില്ല, ഈ വിവാദവും അറ്റാക്കും. ഞാൻ പറഞ്ഞു, ഞാനത് എൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു ക്ലാസിക് രാഷ്ട്രീയക്കാരനല്ല. 18 കൊല്ലമായി ഒരു MP ആയിരുന്നു, മന്ത്രിയായിരുന്നു, അതെല്ലാം കറക്റ്റ്. പക്ഷേ ഞാനൊരു കൺവെൻഷണൽ രാഷ്ട്രീയക്കാരൻ ആയിരുന്നില്ല. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതും. അതുകൊണ്ട് അത് ഞാൻ എൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇന്നും കാണുന്നില്ല. അത് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചാൽ അങ്ങനെ ഞാൻ ആവാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന്. രണ്ടാമത്തത്, നോക്കി, ഈ മലയാളം എന്ന് പറയുമ്പോൾ ഞാനിവിടെ പഠിച്ചതാണ്, തൃശ്ശൂരിൽ പഠിച്ച് വളർന്ന ഒരു യുവാവായിരുന്നു. പക്ഷേ മലയാളം യൂസ് വീട്ടിൽ അങ്ങനെ സ്ഥിരമായി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് റസ്റ്റിനെസ്, മസിൽ മെമ്മറി, അത് സമയമെടുക്കല്ലോ. ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത് 2022 അസംബ്ലി ഇലക്ഷനിലായിരുന്നു ആദ്യമായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് യോഗിജി എന്നെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഹിന്ദി പ്രസംഗം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞു. ഇതെല്ലാം നോക്കൂ. പിന്നെ രാഷ്ട്രീയം, നമ്മൾ ഒറേറ്റിങ്ങും ഡിബേറ്റിങ്ങും അതെല്ലാം പണ്ട് കാലത്തായിരുന്നു. കാരണം ജനങ്ങളുടെ ഇൻഫർമേഷൻ അവർക്കെല്ലാം കയ്യിലുണ്ട്, ഫോണിലുണ്ട്, യൂട്യൂബുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഇന്ന് അവർ ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ അവരുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കൊണ്ടുവരും, അതിൻ്റെ കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു ചർച്ച, പിന്നെ ആ പറയുന്ന ആൾ എങ്ങനെ, എത്ര വിശ്വസിക്കാൻ പറ്റും, അയാൾ ആത്മാർത്ഥമായ ഒരു വ്യക്തിയാണോ, ഇതൊരു ഗിമ്മിക് പോളിറ്റിക്സ് ആണോ, ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ കാൽക്കുലേഷൻ അതാണെന്ന്. എനിക്ക് മലയാളം അറിയില്ല, ഞാനൊരു മുതലാളി ആയിരുന്നു, എൻ്റെ മലയാളം പൊട്ട മലയാളമാണ്, ഓക്കെ, ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. താങ്കളൊരു ടെക്നോക്രാറ്റാണ്, അതുപോലെ ഒരു മീഡിയ ടൈക്കോണാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഡിഗ്നിറ്റിയിൽ നിന്ന് താഴെ ഒരു നോർമൽ പൊളിറ്റിക്സിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ വ്യക്തിപരമായ അറ്റാക്കിങ് നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ താങ്കൾ ഫാദറിൻലോയുടെ പൈസ അവരെ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ താങ്കൾക്ക്? അല്ല, അത് സത്യമാണെങ്കിൽ ഞാൻ അത് റിയാക്ട് ചെയ്യും. പക്ഷേ നോക്കൂ, ഞാൻ 18 കൊല്ലമായിട്ട് 20 കൊല്ലമായിട്ട് പബ്ലിക് ലൈഫിലാണ്.
18 കൊല്ലമായിട്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് എത്രയോ തവണ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യസഭാ സീറ്റും ഞാൻ കർണാടകയിൽ മത്സരിക്കുമ്പോൾ ഞാനൊരു ഔട്ട്സൈഡർ മലയാളിയാണെന്ന് പറഞ്ഞു നടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. വിഡ്ഢിത്തരല്ലേ? ഒരു ഇറ്റാലിയനെ പാർട്ടി ലീഡറാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പ്രിയങ്ക ഗാന്ധി വാഡ്രയും രാഹുൽ ഗാന്ധിമാരെ പൊട്ടന്മാർ MP ആക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് ഞാനാണ് ഔട്ട്സൈഡർ? ഇത് ഇങ്ങനെ അവരുടെ ഒരു ശൈലിയും രീതിയാണ്. ഞാൻ എന്തിനാണ് റിയാക്ട് ചെയ്യേണ്ടത്? എൻ്റെ 20 കൊല്ലം പോളിറ്റിക്സിൽ ഒരു ഇൻറ്റഗ്രിറ്റിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു. ഓക്കെ, പൊളിറ്റിക്കൽ റീസൺസിന് എന്നെ അറ്റാക്ക് ചെയ്യും. 2010 2G സ്കാം ഞാൻ എക്സ്പോസ് ചെയ്തപ്പോൾ എന്നെ എത്ര റെയ്ഡ് ചെയ്തു. അപ്പോൾ എന്നെ റെയ്ഡ് ചെയ്താൽ ഞാൻ തെറ്റു ചെയ്തതാണെന്നോ? അത് അവരുടെ ഫ്രസ്ട്രേഷൻ. എന്നെക്കുറിച്ച്, എൻ്റെ ഫാദർ ലോനെ കുറിച്ചും എൻ്റെ വീട്ടിനെ കുറിച്ചും എൻ്റെ വൈഫിനെ ഉപദ്രവിച്ചത് എത്ര തവണ ഉപദ്രവിച്ചത് CPM ചെയ്തിട്ടുണ്ട്, കോൺഗ്രസും. അപ്പോൾ അത് എന്താണ് ഞാൻ അന്ന് മനസ്സിലാക്കേണ്ടത്? ഞാനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഒരു മിഷൻ, ഒരു ദൗത്യമായിട്ട് കാണുന്നു ഇതിന്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തു പറഞ്ഞാലും ഇന്ന് എന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് 100% ഞാൻ എഴുതിയിരുന്നു. എന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ശശി തരൂർ ലോക്സഭാ ഇലക്ഷനിൽ എന്തെല്ലാം പറയാം എന്നെക്കുറിച്ച്, ഞാൻ കാശ് കൊടുക്കുന്നു സമുദായ ലീഡേഴ്സിന്. ഇന്നും ആ ഡെഫമേഷൻ കേസ് ഉണ്ടല്ലോ. ഇവിടെ ഒരു ചാനൽ എന്നെക്കുറിച്ച് ഒരു വാർത്ത നടത്തിയല്ലോ, അത് ഞാൻ വിടില്ല. അത് എൻ്റെ വാശിയായിട്ട് കണ്ടാൽ മതി. കാരണം ഈ ഒരു ഇൻറ്റഗ്രിയായിട്ട് പബ്ലിക് ലൈഫിൽ വർക്ക് ചെയ്യാൻ അത് അധ്വാനിക്കണം. അതൊരു സിമ്പിൾ ഇഷ്യൂ എന്നല്ല. കാരണം എന്ത് ചെയ്താലും അതിൽ ഒരു ക്വസ്റ്റ്യൻ വരും. ഞാൻ മന്ത്രിയായിരുന്നു 3.5 കൊല്ലം, എത്രയോ കോടിക്കണക്കിൽ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത ആളാണ്. ഒരൊറ്റ പ്രോജക്റ്റിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഒരു എഫേർട്ട് ഇത് ചെയ്യുമ്പോൾ അതിനെ തകർക്കാൻ ആരെങ്കിലും വന്നാൽ അത് ഞാൻ സമ്മതിക്കും. ഇപ്പോഴത്തെ ഒരു റീഡിങ് വെച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, എന്താണ് ഒരു ഒബ്സർവ്? അല്ല, എനിക്ക് അങ്ങനെ റീഡിങ്, എൻ്റെ ഒറ്റ റീഡിങ്ങുള്ളൂ. ഞങ്ങൾ പോയിട്ട് ജനങ്ങളെ കാണുമ്പോൾ ഒരു നല്ല ആവേശമാണ്, ഞങ്ങൾ നല്ല റെസ്പോൺസാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ വികസനം എന്ന് പറയുമ്പോൾ എവിടെയാണെങ്കിലും അത് നിയമം മാത്രമല്ല, നേമം, നെയ്യാറ്റിൻകര, കാസർഗോഡ്, മഞ്ചേശ്വരം, ഞാൻ ധർമ്മടം പോയല്ലോ, പരവൂർ പോയല്ലോ, ആയിരക്കണക്കിൽ ജനങ്ങൾ വന്നിട്ട് നരേന്ദ്രമോദിൻ്റെ ഈ സ്കീം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കിട്ടണം, വീട് വേണം, കുടിവെള്ളം വേണം, തൊഴിൽ വേണം എന്ന് കണ്ട കാഴ്ച നിങ്ങൾ തന്നെ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ എനിക്കൊരു സംശയമില്ല, ജനങ്ങൾ ഏറ്റെടുത്തു ഈ മാറ്റം വേണമെന്ന്, ജനങ്ങൾ ഏറ്റെടുത്തു ഒരു വികസനം വേണമെന്ന്, അത് ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അത് അവർ ആർക്ക് വോട്ട് കൊടുക്കും? ഇപ്പോൾ കോൺഗ്രസും CPM അവരുടെ രീതി മാറ്റി ഞങ്ങൾ വികസനം കൊടുക്കാൻ തയ്യാറാണ്, അവിടുത്തെ ഒരു MLA ഞാനൊരു അധ്വാനിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പ് തരുന്നു, എൻ്റെ ശൈലി ഞാൻ മാറ്റാൻ തയ്യാറാണ്, എൻ്റെ ബിഹേവിയർ മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു വാഗ്ദാനം കൊടുത്താൽ മേ ബി അവർക്ക് വോട്ട് കിട്ടും. പക്ഷേ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു വലിയ പണ്ഡിതല്ല കേട്ടോ, ഒരു വലിയ വിദ്വാനല്ല, പക്ഷെ വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം വരാൻ പോകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് 100 സീറ്റ് കവർ ചെയ്യും. അത് നമ്മൾ തമ്മിൽ ബെറ്റ്. ഇന്ന് 60 സീറ്റ് ക്രോസ് ചെയ്യില്ല. ഞങ്ങളുടെ സർവേ കാണിക്കുന്നത് അവർ 42-45 സീറ്റിൽ സ്റ്റക്കായി പോകുന്നുണ്ട്. അതിന്നും 21 സീറ്റ് മുസ്ലിം ലീഗിന്റെ. എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് കോൺഗ്രസിന് വോട്ട്? എത്രയാണ് പറയുന്നത്? 60? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇന്ന് ഞങ്ങളുടെ സർവേയിൽ കാണുന്നത് കോൺഗ്രസ് 42 സീറ്റിൽ സ്റ്റക്കാണ്. അത് 42 സീറ്റിൽ 21 മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടും, അതിൽ സംശയമില്ല. കാരണം അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലല്ലോ. LDFിൻ്റെ കോമ്പറ്റീഷൻ എന്തൊരു കോമ്പറ്റീഷനാണ്, ഞങ്ങൾ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. മുസ്ലിമിൽ ചില സീറ്റിൽ ഞങ്ങൾ കമ്പീറ്റ് ചെയ്യും, കോഴിക്കോട്, തലശ്ശേരി, കാസർഗോഡ്, മഞ്ചേശ്വരം, അവിടെ കമ്പീറ്റ് ചെയ്യും, ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർ ഇതിൽ സ്റ്റക്കായി പോയി. ഒന്ന് ആലോചിക്കൂ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇവർ CPM കോൺഗ്രസ് CPM BJPൻ്റെ B ടീമിൻ്റെ പ്രചരണം നടത്തുന്നത്? ഒന്ന് ആലോചിക്കണം. താങ്കൾ എക്സ്പീരിയൻസ്ഡ് ജേർണലിസ്റ്റ് അല്ലേ? എന്തുകൊണ്ട്? അവർക്ക് മനസ്സിലായിട്ടുണ്ട്
CPM-ന്റെ ആൻറ്റി ഇൻകംബൻസി വോട്ട് കോൺഗ്രസിന് വരുന്നില്ല. CPM-ന്ന് മടുത്ത വോട്ട് പോകുന്നത് BJP NDAക്കാണ്. കാരണം മടുത്തത് എന്ത് കാരണവശാലാണ് മടുത്തിരിക്കുന്നത്? എന്ത് കാരണം പറഞ്ഞിട്ടാ പറഞ്ഞ്? വികസനം നടക്കുന്നില്ല, അഴിമതി നടക്കുന്നു. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നു? വികസനവും അഴിമതിയും അതിൻ്റെ മാസ്റ്റർ അല്ലേ കോൺഗ്രസ്. അപ്പോൾ അത് കണ്ടിട്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും CPM-ഉം BJP ഒന്നാണെന്നൊരു പ്രചരണം നടത്തിയാൽ ആൻറ്റി ഇൻകംബൻസി വോട്ടെല്ലാം കോരിയിട്ട് ഒരു കൊട്ടയിലിട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവൻ്റെ അത് നടക്കില്ല. പിന്നെ ശബരിമല, രാഹുൽ ഗാന്ധി പോലെ ഒരു വ്യക്തി ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ, അല്ല ഞാൻ പറയട്ടെ, എനിക്കെന്നെ നാണം വരുന്നു, ചെയ്യാൻ പാടില്ല ഇത്. സോണിയാഗാന്ധിനെ കെട്ടിപ്പിടിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തവണയല്ല 5 തവണ ആ സോണിയാഗാന്ധിയുടെ മകൻ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ശബരിമലയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ്. കോൺഗ്രസ് പേടിച്ചിരിക്കുകയാണ്. പേടിക്കുന്നത് സ്ട്രോങ്. പക്ഷെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി 2 ദിവസം വന്നിട്ടും 2 പാലക്കാട്, തൃശ്ശൂരും ശബരിമല പരാമർശിച്ചു? കൊച്ചിയിൽ പറഞ്ഞല്ലോ. കൊച്ചിയിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത് മോദിന്റെ ഗ്യാരണ്ടിയാണ്. ശബരിമലയിൽ കൊള്ളക്കാരെ ഞങ്ങൾ ജയിലിൽ അയക്കുമെന്ന് മോദിജി അവിടെ പറഞ്ഞല്ലോ. അത് മോദിജീൻ്റെ ഗ്യാരണ്ടി ആയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ എല്ലാ പബ്ലിക് പ്രോഗ്രാമിലും അത് മാത്രമാണ് പറഞ്ഞത്. കൊച്ചി നടന്ന പബ്ലിക് പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് പാലക്കാട് നടക്കുന്നു. അപ്പോൾ അതിലെന്താ പറഞ്ഞത് നരേന്ദ്രമോദിജി? CPM പറയുന്നു കോൺഗ്രസ് BJP-ൻ്റെ B ടീമാണ്, കോൺഗ്രസ് പറയുന്നു CPM BJP-ൻ്റെ B ടീമാണ്. രണ്ടുപേരും ഒന്നും സംബന്ധിച്ചല്ലോ. BJP-ആണ് A ടീം. നന്ദി, സന്തോഷം, അതിമനോഹരം. പിണറായി വിജയൻ കോൺഫിഡൻസിലാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺഫിഡൻസിലാണ്, രാജീവ് ചന്ദ്രശേഖർ കോൺഫിഡൻസ് ഇല്ല. ഞാൻ അങ്ങനെ അവരുടെ പോലെ കോൺഫിഡൻസ് അല്ല. അവർ കോൺഫിഡൻസ് മറ്റൊരു കോൺഫിഡൻസ് ആണ്. ഈ മുങ്ങുന്ന ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നേ. ഞാൻ ഏറ്റവും വലിയ ഷിപ്പിൻ്റെ ക്യാപ്റ്റനായിട്ട് പറന്ന് നടക്കുന്ന ക്യാപ്റ്റനായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ. എന്നിട്ടാണ് മുങ്ങിയത്. മനസ്സിലല്ല? അതല്ല ഓക്കെ. ഹിറ്റ്ലറും, ഞാൻ ഹിസ്റ്ററി വായിക്കുന്ന ആളാണ്, ഹിറ്റ്ലറും ലാസ്റ്റ് ഡേ വരെ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞത്. സോവിയറ്റ് യൂണിയൻ്റെ സോൾജേഴ്സ് 10 ഫീറ്റ് പുറത്തായിരുന്നു. ഞാൻ ജയിക്കും, മിറക്കിൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയായിരുന്നു. അതെല്ലാം രാഷ്ട്രീയക്കാർ പറയട്ടെ. പക്ഷേ നമ്മൾക്കൊരു കോമൺ സെൻസ് ആയിട്ടൊന്ന് അനാലിസിസ് നടത്തിയാൽ എന്ത് കാരണവശാലാണ് ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് ഒന്ന് ചോദിക്കണം. അത് ചോദിച്ചാൽ ഇതിൻ്റെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കും, ഞാൻ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഓക്കെ, സന്തോഷം. ഞാൻ ഒരു കാർഡ് അയക്കാം എവിടെയാണെങ്കിലും. അങ്ങനെയൊന്നും അവർ പോവില്ല. ഇതെല്ലാം പറയുന്ന കാര്യങ്ങളാണല്ലോ. ഇലക്ഷന് മുമ്പ് ഓരോരോ വാഗ്ദാനം കൊടുക്കും. ആരും എവിടെയും പോവില്ല. അതുപോലെ താങ്കൾക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കുമോ? 100%. അതെന്താ, ഞാനല്ലേ പാർട്ടി നയിക്കുന്നത്. ഈ പാർട്ടിക്ക് വേണ്ടത്ര റിസൾട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ആ എഫേർട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ തലയിലല്ല, വേറെ ആരുടെ തലയിലാണ് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അതെല്ലാം വിടൂ. അതല്ലല്ലോ. ഞാനിപ്പോൾ റെസ്പോൺസിബിലിറ്റി നോക്കിയിട്ടാണോ ചെയ്യുന്നത്? എനിക്ക് പാർട്ടി തന്നൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ആത്മാർത്ഥമായി 24 മണിക്കൂറും അധ്വാനിച്ചിട്ട് ചെയ്യുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അങ്ങനെയാണ് എൻ്റെ രീതി. ഞാനൊരു ഇഷ്യൂ ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ വിടില്ല. അത് എൻ്റെ ഒരു ജനറ്റിക് ഫ്ലോ ആയിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടോളൂ. അതാണ് ഞാൻ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് നടക്കും? എന്തുകൊണ്ട് കിട്ടില്ല? അത് ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. മനസ്സിലായില്ലേ? അത് താങ്കളുടെ അഭിപ്രായമായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു എഫേർട്ട് ഞങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ എനിക്കൊരു സംശയമില്ല, ഈ ഇലക്ഷൻ BJP NDAക്ക് വലിയ റിസൾട്ട് കിട്ടും. ഇതിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 140 സീറ്റ് മൈനസ് മലപ്പുറം ചില സീറ്റ്, താങ്കൾ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു 100 സീറ്റ് കിട്ടും, ബാക്കിയുള്ള സീറ്റ് BJP കിട്ടും. അത് നമുക്ക് മെയ് 4-5 ഇരുന്ന് സംസാരിക്കാം. ഒരു കാര്യം, തൃപ്പൂണിത്തുറ ഇപ്പോൾ താങ്കൾ BJP പ്രസിഡന്റ് അധികാരമേറ്റ ശേഷം മുനിസിപ്പാലിറ്റി വരെ നേടി. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് BJPയുടെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് വരാത്തത്? അപ്പോൾ അവിടെ ഒരു ആരോപണം വന്നിരിക്കുന്നത് വളരെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥി 2020. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അവിടെ പാർട്ടിയുടേതായ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ കഴിയാതെ? അല്ല, നോക്കൂ, ഈ കോലിഷൻ ഇത് എന്തുകൊണ്ടാണ് CPM തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി
വെക്കാത്തത് തിരുവനന്തപുരം ലോക്സഭയിൽ? അവിടെ എത്ര തവണ CPI തോറ്റതല്ലേ? എന്തുകൊണ്ട്? അല്ലല്ല അല്ലല്ല, അത് അല്ല, ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. കോalition ധർമ്മയിൽ ചില സീറ്റുകൾ കോalition പാർട്ടി ചോദിക്കും. ആ കോalition മെയിൻറ്റെയിൻ ചെയ്യാൻ ചില കോംപ്രമൈസ് വലിയ പാർട്ടി ചെയ്യേണ്ടി വരും. അത് CPM ചെയ്യുന്നു, BJP ചെയ്യുന്നു, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അങ്ങനെ പറയാനൊന്നും കഴിയില്ല, മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത്, അത് വേറെ. അതെല്ലാം പാർട്ട് ഓഫ് കോalition. മാറ്റം വരുമ്പോൾ ഒരു വീക്ക് കാൻഡിഡേറ്റിനെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആക്കേണ്ടത് ജനങ്ങളാണ്, വോട്ടർമാരാണ്, മാധ്യമ സുഹൃത്തല്ല, VD സതീശനല്ല. പാലക്കാടിൽ CPMൻ്റെ കാൻഡിഡേറ്റ് വീക്കാണ്, തൃപ്പൂണിത്തറയിൽ BJPൻ്റെ കാൻഡിഡേറ്റ് വീക്കാണ്, പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ എല്ലാ കോൺഗ്രസ് കാൻഡിഡേറ്റ് വീക്കായിരുന്നു. അവിടെ മത്സരിക്കുന്നത് 2020 കാൻഡിഡേറ്റ് അഞ്ജലി നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, ഒരു പോപ്പുലർ സ്ഥാനാർത്ഥിയാണ്. ബാക്ക്ഗ്രൗണ്ട് ആക്ട്രസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ബാൻ ഉണ്ടോ? ആക്ട്രസസ്മാർക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അല്ല, വ്യവസായിക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടോ? മുതിർന്ന നേതാവ് CK പത്മനാഭന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, എന്താ? MT രമേശിനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അല്ല, അത് കറക്റ്റാണ്. അഡ്വക്കേറ്റ് സുരേഷ് മത്സരിക്കുന്നില്ല, AN രാധാകൃഷ്ണൻ മത്സരിക്കുന്നില്ല, MT രമേശ് മത്സരിക്കുന്നില്ല, അത് കറക്റ്റാണ്. പക്ഷേ എലക്ഷൻ്റെ സമയത്ത് ഈ മാനേജ് ചെയ്യാനും ലീഡേഴ്സ് ഉണ്ടാവണമല്ലോ. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു, ജനറൽ സെക്രട്ടറി. പിന്നെ അനൂപ് ആൻ്റണി ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നു, പ്രസിഡൻറ്റ് മത്സരിക്കുന്നു. അപ്പോൾ ഓഫീസ് നോക്കാൻ ഈ മാനേജ്മെൻറ്റിന് ആൾക്കാർ വേണ്ടേ, ലീഡേഴ്സ് വേണ്ടേ? അഡ്വക്കേറ്റ് സുരേഷ് ഒരു ഏറെ കഴിവുള്ള ഒരു ജനറൽ സെക്രട്ടറി അല്ലേ? അദ്ദേഹം എന്തുകൊണ്ടാണ് കോലത്തിൽ മത്സരിക്കാതെ? കോലം മത്സരിച്ചാൽ ജയിക്കുന്ന വ്യക്തിയല്ലേ? അതെല്ലാം ഓക്കെ, അഭിപ്രായം. CK പത്മനാഭൻജി ഒരു വലിയ മുതിർന്ന നേതാവാണ്. MT രമേശ് ഞങ്ങളുടെ ഒരു ഏറ്റവും എഫക്റ്റീവ് ജനറൽ സെക്രട്ടറിയാണ്. മത്സരിച്ചാൽ ഞങ്ങൾക്ക് ഗുണമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ജയിപ്പിക്കുന്ന ഒരു ടീമുമുണ്ട്, ജയിക്കാൻ പോകുന്നൊരു ടീമുമുണ്ട്. രണ്ടുപേരും പ്രധാനപ്പെട്ട ലീഡേഴ്സാണ്. ഒന്ന് സുപ്പീരിയറോ ഒന്ന് ഇൻഫീരിയറോ ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതല്ല പാർട്ടീൻ്റെ രീതി. FCRIയിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആശങ്ക, അതിനെ പരിഹരിക്കാൻ പറ്റും? ഇനി ചുരുങ്ങിയ ദിവസം മാത്രമാണ്. അല്ല, ഈ ന്യൂനപക്ഷത്തിൽ വന്ന ആശങ്ക ആരാണ് ക്രിയേറ്റ് ചെയ്തത്, സൃഷ്ടിച്ചത്? നമ്മളെ കോൺഗ്രസ് പാർട്ടിയല്ലേ. FCRA ഒരു മൈനോറിറ്റീസിന് വേണ്ടി ആക്ട് ആണോ? അല്ലല്ലോ. FCRA എന്താണ്? FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അത് എല്ലാവരും കിട്ടുന്ന കോൺട്രിബ്യൂഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടാണ്. അതെങ്ങനെയാണ് ക്രിസ്ത്യൻസിൻ്റെ മാത്രമായത്? മുസ്ലിംസും ഉണ്ട്, ഹിന്ദു റിലീജിയസ് ഓർഗനൈസേഷനും ഉണ്ട്, NGOസും ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ ഉണ്ട്. ഇതെന്തുകൊണ്ട് പെട്ടെന്ന് ക്രിസ്ത്യൻ ഇഷ്യൂ ആക്കി? ഇത് ആക്കിയതല്ലേ, ഒരു ആശങ്ക ക്രിയേറ്റ് ചെയ്തതല്ലേ. അതുകൊണ്ട് ഇന്നലെയും മിഞ്ഞാന്ന് ഞാൻ എത്രയോ ആർച്ച് ബിഷപ്സും ഫാദർമാരോട് സംസാരിച്ചു. ഇതിലൊരു പ്രശ്നവുമില്ല, ഞാൻ ഉറപ്പ് തരുന്നു, അമിത്ഷാജി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, നിങ്ങൾ പേടിക്കരുത്, ഇതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. എന്നിട്ടും ഇന്നലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്, ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രചരണമാണ് ഈ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തു, ഇത് ഒന്ന് മാറ്റി വെച്ചാൽ കൊള്ളാം, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രം പാസ് ചെയ്താലായിരിക്കും നമുക്ക് ഗുണം എന്ന് പറഞ്ഞപ്പോൾ അവർ മാറ്റിവെച്ചു. ഈ മാനിഫെസ്റ്റോ വായിക്കുമ്പോഴേ അതിനകത്തൊരു കൗതുകം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എയിംസ്, ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ എയിംസ് വരും എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. ഇത് ആക്ച്വലി നടക്കൂ? അല്ല, നടപ്പിലാക്കാൻ ഒരു സർക്കാർ വേണം, സംസ്ഥാന സർക്കാർ വേണം. നോക്കൂ, എല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ നാട്ടിൽ ചെയ്യാൻ എത്രയോ സാധ്യതയുണ്ട്. പക്ഷെ സാധ്യത മാത്രം നമ്മൾ മുമ്പിൽ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടുന്ന് ആകാശത്ത് നിന്ന് വരുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് കാശിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ് റിസോഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ എയിംസ് കൊണ്ടുവരണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ റിസോഴ്സ് ഉണ്ടാവണം, ലാൻഡ് വാങ്ങാൻ കാശ് ഉണ്ടാവണം, അത് താല്പര്യം ഉണ്ടാവണം, അത് പിന്നെ ഒരു കോഓപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം സെൻട്രൽ ഗവൺമെൻറ്റൊപ്പം. എന്നാൽ എത്രയോ കാര്യങ്ങൾ നടക്കും. ഈ കൊല്ലത്ത് നടന്ന ESIൻ്റെ ഒരു ഉദാഹരണമല്ലേ, അത് എന്തുകൊണ്ട് ചെയ്തില്ല? ഇന്നും ചോദിക്കേണ്ടതല്ലേ. ഈ എയിംസ് ചോദിക്കുന്ന പോലെ അതിൻ്റെ ഒരു 50% ചോദ്യം മാധ്യമ സുഹൃത്ത് ചോദിക്കണ്ടേ? കൊല്ലം എന്ന സ്ഥലത്തിൽ ESI ഹോസ്പിറ്റലിനെ മോഡേണൈസ് ചെയ്തൊരു ടീച്ചിങ് ഹോസ്പിറ്റൽ ആക്കിയാൽ അതിന് കാശ് മൊത്തം സെൻട്രൽ ഗവൺമെൻറ് തരാൻ തയ്യാറാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞു വേണ്ട. അത് ചോദിക്കേണ്ട ചോദ്യമല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു?
രാഷ്ട്രീയം. നിയമത്ത് താങ്കൾ ജയിക്കുമെന്ന് കണ്ടാൽ, ഈ BJP ജയിക്കുമെന്ന് കണ്ടാൽ CPM കോൺഗ്രസ് ഒരു ഡീലു ഭയപ്പെടുന്നുണ്ടോ? ഓ, അത് തന്നെ ലോക്സഭയിൽ നടന്നല്ലോ. ലോക്സഭയിൽ അതല്ല നടന്നു. CPM മൊത്തം വോട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് നടക്കും. അതിനു വേണ്ടി ഞാൻ ഒരൊറ്റ വോട്ട് വിടാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാ വീട്ടിലും കയറുന്നുണ്ട്. ഒരു 51% വോട്ട് പിടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത് ചെയ്ത് മാത്രമല്ല ഇവർ തന്ത്രങ്ങളെല്ലാം തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ ജനങ്ങളോട് പറയുന്നുണ്ട്. എന്നെ തോൽപ്പിക്കാൻ പോകുന്നത് ജനങ്ങളല്ല, തോൽപ്പിക്കാൻ പോകുന്നത് ഇവരെ തന്ത്രങ്ങളാണ്. അതുകൊണ്ടല്ലേ ശിവൻകുട്ടി രാജീവ് എന്ന പേരുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിപ്പിക്കുന്നത്? അല്ലേ, നാണം ഉണ്ടാവണം കുറച്ചല്ല. പിന്നെ ലേബർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും കയറ്റി വെച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്തിനാ കയറ്റി വെച്ചിരിക്കുന്നത്? പിന്നെ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം തെറ്റാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് SDPIൻ്റെ കാല് പിടിച്ചിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കും. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ച് നടപ്പെട്ടിട്ട് 1 വർഷമായി. എന്താണ് മിസ് ചെയ്യുന്നത്? അല്ല, മിസ് ചെയ്യുന്നത് ഫാമിലി വരും. എല്ലാ എൻ്റെ വൈഫ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നത് അത്. പിന്നെ എൻ്റെ ഹോബീസ്, ഫ്ലൈയിങ് ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ എൻ്റെ മ്യൂസിക്, ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു വാശിയായിട്ട് ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു ടാസ്ക്കാണ്. അപ്രതീക്ഷിതമായിട്ട് വരുന്നു ഈ പ്രസിഡന്റ് പദവി. അതെ, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചില്ല. അത് ഒരു ടാസ്ക്കായിട്ട്, ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ പ്രൈം മിനിസ്റ്ററും എൻ്റെ പാർട്ടി പ്രസിഡന്റ് തന്നു. എനിക്ക് കിട്ടുന്ന വർക്കെല്ലാം ഞാൻ കൃത്യമായി ചെയ്യാൻ അധ്വാനിക്കും. അതാണ് എൻ്റെ രീതിയും എന്ന ശൈലിയും. അത് ഞാൻ ചെയ്യും. ബാക്കി നമുക്ക് നോക്കാം. മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മിസ് ചെയ്ത് അവിടെ നിൽക്കാം. അതെ, താങ്ക് യു. ഓ